ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെറുപയറും വാഴപ്പിണ്ടിയും ഒരു തോരൻ ഉണ്ടാക്കിയാലോ. ഈ കാണുന്ന പോലെയാണ് വാഴപ്പിണ്ടി തോരൻ വെക്കാനായി അരിഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ ഈ നൂല് ഇതേപോലെ ചുറ്റിയെടുക്കണം. വാഴപ്പിണ്ടി ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടിയുള്ള ചെറുപയർ വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. വേവാൻ ആവശ്യമായ വെള്ളം വെച്ച് സ്റ്റൗവിൽ വെക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനാവശ്യമായ തേങ്ങയും ചെറിയ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. ഞാനിവിടെ കല്ലിലാണ് ചതച്ചെടുക്കുന്നത്. തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പയറിന് ഉപ്പിട്ടിട്ടുള്ളതുകൊണ്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇതിലേക്ക് വാഴപ്പിണ്ടി ഇട്ട് ഒന്ന് വഴറ്റാം. അടച്ചു വെച്ച് വേവിക്കാം. ബാക്കിയുണ്ടായ തേങ്ങ കൊണ്ട് അമ്മ നല്ലൊരു തേങ്ങാ ചമ്മന്തി അരച്ചെടുക്കുന്നുണ്ട്. ചെറുപയർ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇത് വാഴപ്പിണ്ടിയിലേക്ക്
ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ പയറിൻ്റെ വെള്ളത്തിൽ തന്നെ കിടന്ന് പിണ്ടി ഏകദേശം വേവാവും. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ചെറുപയർ പിണ്ടിത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറുപയർ പിണ്ടിത്തോരനും ചമ്മന്തിയും കൂട്ടി ചോറ് കഴിക്കാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.